മമ്മൂക്കയുടെ കളങ്കാവൽ എന്ന സിനിമ റിലീസാവുന്നു. അതോടൊപ്പം വലിയൊരു ചർച്ചയും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. ദക്ഷിണേന്ത്യയെ വിറപ്പിച്ച സയനൈഡ് മോഹൻ എന്ന സീരിയൽ കില്ലറിൻ്റെ കഥയാണ് കളങ്കാവലെന്ന്. പൂർണ്ണമായിട്ട് ഞാനതിനോട് യോജിക്കുന്നില്ല, എന്നാൽ വിയോജിക്കുന്നുമില്ല. കാരണം ഒരു 10 സീരിയൽ കില്ലേഴ്സിൻ്റെ കഥയെടുത്ത് അവരുടെ മോഡസ് ഓപ്പറാൻഡി ഒന്ന് പഠിച്ച് പോലീസ് അവരെ എങ്ങനെ പിടികൂടിയെന്നുകൂടി മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് തന്നെ ഒരു പുതിയ സിനിമയുടെ തിരക്കഥ തയ്യാറാക്കുവാനായിട്ട് കഴിയും. അങ്ങനെ വരുമ്പോൾ സയനൈഡ് മോഹൻ്റെ റഫറൻസ് കളങ്കാവൽ മൂവിയിൽ വരുവാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച സീരിയൽ കില്ലർ മൂവിയാണ് രാക്ഷസൻ. ആ സിനിമയിൽ നിരവധി റിയൽ ലൈഫ് കില്ലേഴ്സിൻ്റെ റഫറൻസ് ഉപയോഗിച്ചിരുന്നു. ഒരു കാര്യം ഉറപ്പാണ്, മമ്മൂക്ക കളങ്കാവിലെ റോള് ഉജ്ജ്വലമാക്കും. കാരണം നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനായിട്ട് അദ്ദേഹത്തെ കഴിഞ്ഞ മലയാളത്തിൽ വേറെ നടന്മാരുള്ളൂ. അടൂരിൻ്റെ വിധേയൻ തൊട്ട് ഭ്രമയുഗം വരെ നമ്മളത് കണ്ടതാണ്. അതുകൊണ്ട് അമിത പ്രതീക്ഷയോടെ ടിക്കറ്റ് എടുക്കാം, പ്രകടനം നിരാശപ്പെടുത്തില്ല. ഇന്ന് പറയുന്നത് സയനൈഡ് മോഹൻ്റെ കഥയാണ്. ഇങ്ങനെയല്ല ഞാനിത് പറയേണ്ടത്. ഇന്ന് വീണ്ടും പറയുന്നത് സയനൈഡ് മോഹൻ്റെ കഥയാണ് എന്നാണ്. കാരണം നമ്മുടെ ചാനലിൻ്റെ തുടക്ക സമയത്ത് വർഷങ്ങൾക്ക് മുൻപേ ഈ കഥ ഞാൻ പറഞ്ഞതാണ്. എങ്കിലും വീണ്ടും ഒന്നുകൂടി പറയുകയാണ്. അതിന് കാരണം വളരെ ലളിതമാണ്. ഇനി ഇതായിരിക്കുമല്ലോ ചർച്ചാ വിഷയം. നമുക്കും അതിൻ്റെ ഒരു ചെറിയ ഭാഗമാവാം. 2009 ജൂൺ മാസം കർണാടകയിലെ ബന്ദ്വാൾ പോലീസ് സ്റ്റേഷനിലേക്ക് മധ്യവയസ്കരായിട്ടുള്ള ഒരു ദമ്പതികൾ കയറി വന്നു. മംഗലാപുരത്തു നിന്നും ഏകദേശം 40 കിലോമീറ്റർ അകലെയുള്ള തീരദേശ ഗ്രാമമായിട്ടുള്ള ബരിമരുവിൽ നിന്നുമാണ് അവർ വരുന്നത്. ഇൻസ്പെക്ടറുടെ മുൻപിൽ അവരൊരു പരാതി സമർപ്പിച്ചു. 22 വയസ്സുള്ള അവരുടെ മകൾ അനിത ബങ്കരയെ 2 ദിവസമായിട്ട് കാണാനില്ല. 7ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള യുവതി വളരെ താഴ്ന്ന ചുറ്റുപാടുകളിൽ ജീവിച്ചു വരുന്ന ദുഗ്ഗപ്പയുടെയും കുസുമയുടെയും 3 മക്കളിൽ രണ്ടാമത്തവളാണ്. അവളുടെ വിവാഹം നടക്കുമ്പോൾ കൊടുക്കുവാനായി സ്വരൂപിച്ചു വെച്ചിരുന്ന 9 പവൻ സ്വർണവും അതോടൊപ്പം 5000 രൂപയും അവളോടൊപ്പം കാണാതായിരുന്നു. അനിതയുടെ മൂത്ത സഹോദരൻ മാധവ് വിദേശത്ത് ജോലി ചെയ്യുകയാണ്. അയാൾ വാങ്ങിക്കൊടുത്ത വില കൂടിയൊരു മൊബൈൽ ഫോണും കൂട്ടത്തിൽ അപ്രത്യക്ഷമായിട്ടുണ്ട്. തങ്ങളുടെ മകളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചു തരണമെന്ന് അവർ കണ്ണീരോടെ ഇൻസ്പെക്ടറോട് അപേക്ഷിച്ചു. പരാതി സ്വീകരിച്ച ഇൻസ്പെക്ടർ വേഗം അന്വേഷിച്ച് ഉചിതമായ നടപടിയെടുക്കാമെന്ന് ഉറപ്പും കൊടുത്തു. പിറ്റേന്ന് പോലീസ് സംഘം ബരിമരുവിലെത്തി. യാത്രാ സൗകര്യങ്ങൾ നന്നേ കുറഞ്ഞൊരു ഗ്രാമമാണിത്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇടവിട്ട് കൂട്ടങ്ങളായിട്ട് താമസിക്കുന്ന സ്ഥലം. ദുഗ്ഗപ്പയുടെ വീട്ടിലെത്തിയ പോലീസ് കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. കൂടാതെ അയൽവാസികളിൽ നിന്നും മറ്റ് പരിചയക്കാരിൽ നിന്നും മൊഴിയുമെടുത്തു. അക്കൂട്ടത്തിൽ നിന്നും അവർക്ക് ഒരു പ്രത്യേക വിവരം കിട്ടി. അനിതയ്ക്ക് ഒരു മുസ്ലിം യുവാവുമായിട്ട് പരിചയമുണ്ട്. അവർ പ്രണയത്തിലാണ്. എന്നാൽ അയാൾ ഈ പ്രദേശത്തുള്ള ആളല്ല. ആ സമയത്ത് ലവ് ജിഹാദ് വിവാദം ദക്ഷിണ കാനറിയിലെമ്പാടും കത്തി നിൽക്കുന്ന സമയമാണ്. മുസ്ലിം ഇതര സമുദായങ്ങളിലെ യുവതികളെ പ്രണയത്തിലൂടെ മയക്കിയെടുത്ത് വിവാഹം ചെയ്ത് അവരെ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യിക്കുന്നു എന്ന ആരോപണം ദക്ഷിണ കാനറിയിലെ ചില ഹിന്ദു സംഘടനകളാണ് ആദ്യമായിട്ട് ഉയർത്തിയത്. അതിന് തെളിവായിട്ട് സമീപകാലത്ത് അപ്രത്യക്ഷരായ ഒട്ടേറെ യുവതികളുടെ തിരോധാന കേസുകളും അവർ ഉയർത്തിക്കാട്ടി. അനിതയുടെ തിരോധാനവും അതുപോലെ ഒരു ലവ് ജിഹാദിൽപ്പെട്ടതായിരിക്കുമെന്ന് പോലീസ് വിചാരിച്ചു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മകൾ എവിടെയെന്ന വിവരമൊന്നും ലഭിക്കാത്തതുകൊണ്ട് ദുഗ്ഗപ്പയും കുസുമയും വീണ്ടും ബന്ദ്വാൾ പോലീസ് സ്റ്റേഷനിലെത്തി. പക്ഷേ ഇത്തവണ മകളുടെ വിവരം അന്വേഷിച്ച അവരോട് ഇൻസ്പെക്ടർ വളരെ പരുഷമായിട്ടാണ് പെരുമാറിയത്. നിങ്ങളുടെ മകളെ നല്ല രീതിയിൽ വളർത്തണമായിരുന്നു. അവൾ ഏതോ മുസ്ലിമിൻ്റെ കൂടെ പോയി. അവരിപ്പോൾ വിവാഹം ചെയ്ത് ജീവിക്കുന്നുണ്ടാവും. പോലീസിന് ഇതിലൊന്നും ചെയ്യുവാനില്ല. നിങ്ങൾ ഇറങ്ങിപ്പോകൂ. അവൾ അങ്ങനെ ഒരു കുട്ടിയല്ല സാർ. അവളുടെ വിവാഹം നടത്തുവാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, ദുഗ്ഗപ്പ കണ്ണീരോടെ പറഞ്ഞു. ഇൻസ്പെക്ടർ അവരെ കേൾക്കുവാൻ പോലും തയ്യാറല്ലായിരുന്നു. അയാൾ അവരെ ഒച്ച വെച്ച് പേടിപ്പിച്ച് ഇറക്കി വിട്ടു. പക്ഷേ അപ്പോഴൊന്നും അയാൾ അറിയുന്നുണ്ടായിരുന്നില്ല. തെക്കേ ഇന്ത്യയെ വിറപ്പിച്ചൊരു നെട്ടോറിയസ് സീരിയൽ കില്ലറിൻ്റെ അനേകം ഇരകളിൽ ഒരാളാണ് അനിതയെന്ന്. സഹോദരിയെ കാണുവാനില്ല എന്നറിഞ്ഞതോടെ അനിതയുടെ സഹോദരൻ മാധവ് വിദേശത്തു നിന്ന് ലീവ് എടുത്ത് നാട്ടിലെത്തി. അപ്പോഴേക്കും നാട്ടിലെ സ്ഥിതിഗതികൾ വലിയ ഗുരുതരാവസ്ഥയിലെത്തിയിരുന്നു. ഇതിനോടകം ചില ഹിന്ദു സംഘടനകൾ ഈ പ്രശ്നം ഏറ്റെടുത്തു. അവർ നാടെങ്ങും ശക്തമായിട്ടുള്ള പ്രക്ഷോഭം ആരംഭിച്ചു. മകളെ ഒരു മുസ്ലിം പ്രലോഭിപ്പിച്ചു കൊണ്ടുപോകുവാനിടയാക്കിയ ദുഗ്ഗപ്പയെ നാട്ടുകാർ ഒറ്റപ്പെടുത്തി. ആ കുടുംബത്തെ അവർ കുറ്റപ്പെടുത്തി. അതോടെ സ്വന്തം മകളെ തള്ളി പറയാതെ ആ നാട്ടിൽ ജീവിക്കുവാനായിട്ട് കഴിയില്ല എന്ന സ്ഥിതിയായി. എന്നാൽ നാട്ടിലെത്തിയ മാധവ് ആദ്യം ചെയ്ത കാര്യം മറ്റുള്ളവർ പറയുന്നത് ഒന്നും കേൾക്കാതെ അനിതയ്ക്ക് അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്ന് സ്വന്തമായിട്ട് അന്വേഷിക്കുകയായിരുന്നു. അനിതയുടെ കൂട്ടുകാരികളോടും മറ്റും അയാൾ സംസാരിച്ചു. അതിൽ നിന്നും അയാൾക്കൊരു കാര്യം മനസ്സിലായി. ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല. മുസ്ലിമായ ആരുമായിട്ടും അനിത സംസാരിക്കുന്നത് അവരാരും കണ്ടിട്ടില്ല. എന്നാൽ അവൾക്കൊരു കാമുകനുണ്ടായിരുന്നു എന്ന് ചില സൂചനകൾ അവരിൽ നിന്നും കിട്ടി. മാധവ് നേരെ ബന്ദ്വാൾ സ്റ്റേഷനിൽ എത്തി ഇക്കാര്യങ്ങൾ ഇൻസ്പെക്ടറോട് പറഞ്ഞെങ്കിലും അതൊന്നും കേൾക്കുവാൻ പോലും അയാൾ തയ്യാറായില്ല. തിരികെ നാട്ടിലെത്തിയ അയാൾ ഗ്രാമക്ഷേത്രത്തിലെ സ്വാമിയെ പോയി കണ്ടു. വളരെ നല്ലവനായ അയാൾക്ക് അനിതയെ നല്ലതുപോലെ പരിചയമുണ്ടായിരുന്നു. അവൾ മിക്കവാറും ക്ഷേത്രത്തിൽ വരാറുണ്ട്. കാണാതായ അന്ന് രാവിലെയും ക്ഷേത്രത്തിൽ വന്നതാണ്. അങ്ങനെയുള്ള അവൾ ഒരു മുസ്ലിമിൻ്റെ ഒപ്പം ഒളിച്ചോടിയെന്ന് സ്വാമിയും വിശ്വസിച്ചിരുന്നില്ല. മാധവിൻ്റെ സങ്കടം മനസ്സിലാക്കിയ സ്വാമി അയാളെ ആശ്വസിപ്പിച്ചു. പോലീസ് സ്റ്റേഷനിൽ താൻ കൂടി വന്ന് കാര്യങ്ങൾ പറയാമെന്ന് അദ്ദേഹം ഏറ്റു.
അതിന്റെ പിറ്റേന്ന് സ്വാമിയും മാധവും ബന്ദാൽ സ്റ്റേഷനിലെത്തി വിവരങ്ങൾ അറിയിച്ചു. എന്നാൽ ഇൻസ്പെക്ടർക്ക് ഇത്തവണയും ഒരു കുലുക്കവുമില്ലായിരുന്നു. തന്റെ അന്വേഷണത്തിൽ അനിത ഒരു മുസ്ലിം യുവാവിന്റെ ഒപ്പമാണ് പോയിരിക്കുന്നത്. അത് തനിക്ക് നല്ല ഉറപ്പുണ്ട്. തങ്ങൾ അവരെ കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നും അയാൾ പറഞ്ഞു. ഇൻസ്പെക്ടറുടെ ഈ നിലപാട് കണ്ട് കോപം കയറിയ സ്വാമി മാധവിനെയും കൂട്ടി നേരെ ദക്ഷിണ കാനറ ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ ഓഫീസിലെത്തി. എന്നിട്ട് അദ്ദേഹത്തിന് പരാതി കൊടുത്തു. ഈ സാഹചര്യം ഒന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ലവ് ജിഹാദിനെ പറ്റി അന്വേഷിക്കണമെന്ന പ്രക്ഷോഭം നാടെങ്ങും കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമാണ്. അനിതയുടെ തിരോധാനവും അതേ സമയത്താണ് വരുന്നതും. ഇതുമായിട്ട് ബന്ധപ്പെട്ട മംഗലാപുരം നഗരത്തിൽ വർഗീയ കലാപം വരെ നടന്നു. ഇതോടെ കർണാടക സർക്കാർ ഉണർന്നു. അനിതയുടെ തിരോധാനത്തെപ്പറ്റി അന്വേഷിക്കുവാനായിട്ട് സംസ്ഥാനത്തെ കുറ്റാന്വേഷണ ഏജൻസിയായ കോർ ഓഫ് ഡിറ്റക്റ്റീവ്സിനെ അവർ ഏൽപ്പിച്ചു. ASP ഡോക്ടർ ചന്ദ്രഗുപ്തയാണ് ഈ കേസന്വേഷണം ഏറ്റെടുത്തത്. ബന്ദ്വാൾ സ്റ്റേഷനിൽ എത്തിയ ASP കേസ് ഫയലുകൾ പരിശോധിച്ചു. ഒരു കേസ് അന്വേഷണത്തിൽ ചെയ്യേണ്ട പ്രാഥമിക അന്വേഷണം പോലും അവിടുത്തെ പോലീസ് ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. അതിനുശേഷം അനിതയുടെ ഗ്രാമത്തിലെത്തിയ അദ്ദേഹം അവളുടെ മാതാപിതാക്കളിൽ നിന്നും സഹോദരൻ മാധവിൽ നിന്നും മൊഴികളെടുത്തു. അനിതയുടെ മൊബൈൽ ഫോൺ കോളുകളെ ചുറ്റിപ്പറ്റിയാണ് ആദ്യം അന്വേഷണം ആരംഭിച്ചത്. സൈബർ സെല്ലിന്റെ സഹായത്തോടെ അനിതയുടെ കോൾ ലിസ്റ്റ് അദ്ദേഹം ശേഖരിച്ചു. അനിത വീട്ടിൽ നിന്നും ഇറങ്ങി 2 ദിവസത്തിനു ശേഷം ആ ഫോൺ പിന്നീട് സ്വിച്ച് ഓഫ് ആയി എന്നും അതിനുശേഷം ആ മൊബൈൽ ആരും ഉപയോഗിച്ചിട്ടില്ല എന്നും മനസ്സിലായി. അടുത്ത പടിയായിട്ട് അവൾ വിളിച്ചതും അതുപോലെ അവളെ വിളിച്ചതുമായ മറ്റ് നമ്പറുകളെ പറ്റി അന്വേഷണം നടത്തി. ഏറെ ദിവസത്തെ പ്രയത്നത്തിന് ശേഷം അതിൽ നിന്നും ഒരു നമ്പർ പോലീസ് പ്രത്യേകമായിട്ട് മാർക്ക് ചെയ്തു. ശ്രീധർ എന്ന ഒരാളുടെ ഫോൺ നമ്പർ ആയിരുന്നു അത്. ആ ഫോണിൽ നിന്നും വളരെയധികം കോളുകൾ അനിതയുടെ ഫോണിലേക്ക് വന്നിട്ടുണ്ട്. ബന്ദ്വാൾ സ്റ്റേഷനിലെ ഒരു കോൺസ്റ്റബിൾ വഴി ഇക്കാര്യം മാധവും അറിഞ്ഞു. സുള്ളിയ താലൂക്കിലെ പെരാജ എന്നൊരു സ്ഥലത്താണ് ശ്രീധറിന്റെ താമസം. മാധവ് ഉടൻ തന്നെ തന്റെ 5 സുഹൃത്തുക്കളുമായിട്ട് ഒരു ജീപ്പിൽ കയറി നേരെ പെരാജിലേക്ക് പുറപ്പെട്ടു. ഏറെ സമയത്തെ അന്വേഷണത്തിന് ശേഷം അവർ ശ്രീധറിനെ കണ്ടെത്തി. വളരെ സൗഹൃദ ഭാവത്തിൽ ഒരു കാര്യം സംസാരിക്കുവാനുണ്ട് എന്ന് പറഞ്ഞ് അയാളെ അവർ ജീപ്പിൽ കയറ്റി. വൈകാതെ ജീപ്പ് ഒരു വിജനമായ സ്ഥലത്ത് എത്തിച്ചു. അവിടെ വെച്ച് മാധവും സുഹൃത്തുക്കളും കൂടി ശ്രീധറിനെ ക്രൂരമായിട്ട് മർദ്ദിച്ചു. അയാൾക്ക് ഒന്നും മനസ്സിലായില്ല. എന്തിനാണ് തന്നെ മർദ്ദിക്കുന്നത് എന്ന് നിരന്തരമായിട്ട് ചോദിച്ചപ്പോൾ അവർ കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ തനിക്ക് ഈ പറഞ്ഞ അനിതയെ അറിയില്ല എന്ന് അയാൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. മാധവ് പറഞ്ഞ ഫോൺ നമ്പർ തന്റെ സഹോദരിയുടെ നമ്പറാണ്. അതുമാത്രമല്ല ആ ഫോണിന്റെ ഒപ്പം തന്റെ സഹോദരി കാവേരിയെയും കുറച്ചു കാലമായിട്ട് കാണുവാനില്ല എന്ന് അയാൾ പറഞ്ഞു. എന്നാൽ മാധവും കൂട്ടരും അതൊന്നും വിശ്വസിച്ചില്ല. ശ്രീധറിനെ ബോധം കെടുവോളം മർദ്ദിച്ച ശേഷം അയാളുടെ ശരീരം റെയിൽവേ ട്രാക്കിൽ തള്ളിയിട്ട് അവർ കടന്നു കളഞ്ഞു. അയാളെ കൊല്ലുവാനാണ് അവരങ്ങനെ ചെയ്തത്. ഭാഗ്യത്തിന് അല്പസമയത്തിനകം ബോധം തെളിഞ്ഞ ശ്രീധർ ഒരു വിധത്തിൽ നടന്ന അടുത്തുള്ള ഒരു കവലയിലെത്തി. എന്നിട്ട് നാട്ടുകാരുടെ സഹായം തേടി അവരയാളെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. അയാളിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ലോക്കൽ പോലീസ് ഒരു പരാതി എഴുതി വാങ്ങി. തന്റെ സഹോദരിയുടെ നമ്പർ ചോദിച്ചു വന്നവരാണ് തന്നെ മർദ്ദിച്ചത് എന്നും തന്റെ സഹോദരിയെ മാസങ്ങളായിട്ട് കാണുവാനില്ല എന്നും അതിൽ പ്രത്യേകമായിട്ട് എഴുതിയിരുന്നു. കാവേരിയുടെ മിസ്സിംഗ് സംബന്ധിച്ച് പോലീസിൽ പരാതി മുൻപേ നൽകിയെങ്കിലും യാതൊരു തുമ്പും കിട്ടിയിരുന്നില്ല. ഈ നമ്പറിനെ പറ്റി സ്റ്റേഷൻ ഇൻസ്പെക്ടർ അന്വേഷിച്ചു. എന്നാൽ അതിപ്പോൾ ഉപയോഗത്തിലില്ല എന്ന വിവരമാണ് കിട്ടിയത്. തൊട്ടു പിന്നാലെ കാവേരിയുടെ മിസ്സിംഗ് ഫയൽ ഇൻസ്പെക്ടർ ഡോക്ടർ ചന്ദ്രഗുപ്തയ്ക്ക് കൈമാറി. ഈ കേസിൽ ആദ്യമായിട്ടൊരു ക്ലൂ കിട്ടിയിരിക്കുന്നു. മുൻപോട്ട് നീങ്ങുവാനായിട്ടൊരു വഴി തുറന്നിരിക്കുന്നു. അതോടെ അദ്ദേഹത്തിന് വലിയ ആവേശമായി. കാവേരിയെ പറ്റി വിശദമായിട്ട് അന്വേഷിച്ചു. സഹോദരൻ ശ്രീധറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. ശ്രീധറിന്റെ പേരിലെടുത്ത സിമ്മാണ് കാവേരി ഉപയോഗിച്ചിരുന്നത്. കേരളത്തിലെ കാസർഗോഡിലായിരുന്നു കാവേരി ജോലി ചെയ്തിരുന്നത്. 2009 ഫെബ്രുവരിയിൽ ഒരു ദിവസം വീട്ടിൽ നിന്നും പോയ കാവേരി പിന്നീട് മടങ്ങി വന്നില്ല. വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയെങ്കിലും ഒന്നും സംഭവിച്ചില്ല. അപ്രത്യക്ഷരായ അനേകം യുവതികളുടെ കേസിനൊപ്പം അതും പോലീസിന്റെ ഷെൽഫിൽ വിശ്രമിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സൈബർ സെല്ലിൽ നിന്നും ASP ചന്ദ്രഗുപ്തയ്ക്ക് ഒരു ഇൻഫർമേഷൻ എത്തുന്നത്. കാണാതായ അനിതയുടെ ഫോൺ ഇപ്പോൾ ആക്റ്റീവ് ആയിരിക്കുന്നു. മറ്റൊരു സിമ്മാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. IMEI നമ്പർ ട്രേസ് ചെയ്താണ് സൈബർ സെൽ അത് കണ്ടെത്തിയത്. മംഗലാപുരത്തിനടുത്ത് ദർലക്കട്ട എന്നൊരു സ്ഥലത്താണ് ആ ഫോൺ ഇപ്പോൾ ഉള്ളത്. നമ്പർ ട്രേസ് ചെയ്തപ്പോൾ ഒരു സ്ത്രീയുടെ പേരിലാണ് ആ സിം ഉള്ളത് എന്നും മനസ്സിലായി. പോലീസ് വേഗം ദർലക്കട്ടയിലെത്തി എമ്പാടും പരതി. ഒടുവിൽ സിം ഉടമയെ കണ്ടെത്തി. 16 വയസ്സുള്ള ഒരു ആൺകുട്ടിയായിരുന്നു അത്. അവന്റെ അമ്മയുടെ പേരിലുള്ള സിമ്മാണ് അവൻ ഉപയോഗിക്കുന്നത്. ആ സ്ത്രീയെ ചോദ്യം ചെയ്തപ്പോൾ അവർക്കൊന്നും ഇതേക്കുറിച്ച് അറിയില്ല എന്നും മനസ്സിലായി. ആ ഫോൺ എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ തന്റെ അമ്മാവൻ സമ്മാനിച്ചതാണെന്ന് പയ്യൻ പറഞ്ഞു. ദർലക്കട്ടയിൽ നിന്നും അല്പം അകലെയായിട്ട് കന്യന എന്ന സ്ഥലത്താണ് അവന്റെ അമ്മാവൻ താമസിക്കുന്നത്. പോലീസ് അവിടെ എത്തി. എന്നിട്ട് അയാളെ തപ്പിയെടുത്തു. അവിടെ അടുത്തുള്ളൊരു UP സ്കൂളിലെ അധ്യാപകനായിരുന്ന മോഹൻകുമാർ ആയിരുന്നു അത്. അവനെ കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്യലിൽ ഈ ഫോൺ താൻ ഒരാളിൽ നിന്നും വില കൊടുത്തു വാങ്ങിയതാണെന്ന് മോഹൻകുമാർ പറഞ്ഞു. അനന്തരവൻ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് നൽകുവാനായിരുന്നു അത്. ആരിൽ നിന്നുമാണ് ഫോൺ വാങ്ങിയത് എന്ന് താനിപ്പോൾ ഓർക്കുന്നില്ല എന്നും അയാൾ പറഞ്ഞു. പോലീസ് നേരെ മോഹൻകുമാറിന്റെ സ്കൂളിലെത്തി അയാളെക്കുറിച്ച് അന്വേഷിച്ചു. അതിൽ നിന്നും ഒരു കാര്യം മനസ്സിലായി. അയാൾ ഇടയ്ക്കിടയ്ക്ക് സ്കൂളിൽ എത്താറില്ല. 4-5 ദിവസങ്ങൾ അടുപ്പിച്ച് ചിലപ്പോൾ അവധിയിലായിരിക്കും. സ്കൂളിലെ രജിസ്റ്ററിൽ നിന്നും ആ ദിവസങ്ങളുടെ വിവരം പോലീസ് ശേഖരിച്ചു.
അതെല്ലാം വിശദമായിട്ട് പഠിച്ചപ്പോൾ ഞെട്ടലോടെ അവർ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി. അനിതയും കാവേരിയും കാണാതായ ദിവസങ്ങളിൽ മോഹൻകുമാർ സ്കൂളിൽ എത്തിയിട്ടില്ല. അയാൾ അവധിയിലായിരുന്നു. പിന്നീടുള്ള കാര്യമായ ചോദ്യം ചെയ്യലിൽ, അതായത് ഭേദ്യം ചെയ്യലിൽ, അതിനു മുന്നിൽ അയാൾക്ക് പിടിച്ചു നിൽക്കുവാനായില്ല. അന്ന് ചുരുളഴിഞ്ഞത് ഇന്ത്യയെ പിടിച്ചുകുലുക്കിയ ഞെട്ടിക്കുന്നൊരു കൊലപാതക പരമ്പരയുടെ കഥയായിരുന്നു. 2006 നവംബർ, കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. ക്ഷേത്ര മതിലിന് വെളിയിലായിട്ട് പുറകുഭാഗത്തായിട്ട് ഒരു ചെറിയ റോഡുണ്ട്. ഒരു യുവതി നിലത്ത് കിടന്ന് പിടയുന്നത് കണ്ടാണ് ആൾക്കാർ അവിടേക്ക് ഓടിക്കൂടിയത്. അവളുടെ വായിൽ നിന്നും നുരയും പതയും വരുന്നുണ്ട്. നിമിഷങ്ങൾക്കകം മരണപ്പെടുകയും ചെയ്തു. അധികം വൈകാതെ പോലീസ് സ്ഥലത്തെത്തി. യുവതിയുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. അജ്ഞാതമായിട്ടുള്ള ആ ജഡം അടുത്തുള്ള സർക്കാർ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി എത്തിച്ചു. അവിടെ നിന്നും ലഭിച്ച റിപ്പോർട്ടിൽ അവർക്ക് അപസ്മാരം ഉണ്ടായിരുന്നുവെന്നും എയ്ഡ്സ് രോഗം ഉള്ളതായിട്ട് സംശയിക്കുന്നുവെന്നുമാണ് രേഖപ്പെടുത്തിയത്. എയ്ഡ്സിനെ പറ്റി സംശയമുണ്ടായതോടെ എത്രയും വേഗം ജഡം ദഹിപ്പിക്കുവാനായിട്ട് അധികാരികൾ തീരുമാനിച്ചു. മംഗലാപുരത്തെ ഒരു കോളേജിലെ അറ്റൻഡറായിരുന്നു ശാന്തകുമാരി. നവംബർ 9 രാവിലെ വീട്ടിൽ നിന്നും പോയതാണ് അവൾ. നന്നായിട്ട് വസ്ത്രം ധരിച്ച് പതിവില്ലാതെ കൂടുതൽ ആഭരണങ്ങളൊക്കെ അണിഞ്ഞായിരുന്നു ആ യാത്ര. കോളേജിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, അതുകൊണ്ട് താൻ ചിലപ്പോൾ വൈകിയേക്കുമെന്നും വീട്ടിൽ പറഞ്ഞു. എന്നാൽ അന്ന് രാത്രി ഏറെ വൈകിയിട്ടും ശാന്തകുമാരി തിരിച്ചെത്തിയില്ല. ശാന്തകുമാരിയുടെ മൂത്ത സഹോദരൻ രാജു പിറ്റേന്ന് കോളേജിൽ വിളിച്ച് അന്വേഷിച്ചു. എന്നാൽ തലേന്ന് കോളേജിൽ അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നില്ല എന്നാണ് അറിഞ്ഞത്. പിറ്റേന്ന് തന്നെ അയാൾ മംഗലാപുരം പോലീസിൽ പരാതി നൽകി. കാര്യമായിട്ടുള്ള അന്വേഷണമൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് TV-യിൽ ആ വാർത്ത കാണുന്നത്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര പരിസരത്ത് നിന്നും അജ്ഞാതയായൊരു യുവതിയുടെ ജഡം കണ്ടെത്തിയിരിക്കുന്നു. യുവതിക്ക് എയ്ഡ്സ് ബാധ ഉണ്ടെന്ന് സംശയിക്കുന്നു. TV-യിൽ കാണിച്ച ചിത്രത്തിൽ സംശയം തോന്നിയ രാജുവും ചില ബന്ധുക്കളും നേരെ കൊല്ലൂർക്ക് പുറപ്പെട്ടു. കൊല്ലൂർ സ്റ്റേഷനിൽ എത്തിയ അയാൾ തൻ്റെ സഹോദരിയുടെ കമ്മലുകൾ തിരിച്ചറിഞ്ഞു. അവളുടെ ജഡം എവിടെയെന്ന് അന്വേഷിച്ച അയാൾക്ക് അത് ദഹിപ്പിക്കുവാനായിട്ട് പൊതു ശ്മശാനത്തിലേക്ക് നീക്കിയെന്ന വിവരമാണ് കിട്ടിയത്. അവർ അവിടേക്ക് ഓടി. ഭാഗ്യത്തിന് ശാന്തകുമാരിയെ ദഹിപ്പിച്ചിരുന്നില്ല. അവൾക്ക് വേണ്ടിയുള്ള ചിത ഒരുങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അത് തൻ്റെ സഹോദരിയാണെന്നും ജഡം വിട്ടു തരണമെന്നുമുള്ള അപേക്ഷ ശ്മശാന നടത്തിപ്പുകാരൻ നിരസിച്ചു. രാജുവിൻ്റെ കരച്ചിലും ബഹളവും കേട്ട് അവിടെയുള്ള ആളുകൾ ഒത്തുകൂടി. അയാളുടെ സമുദായത്തിൻ്റെ പ്രാദേശിക നേതാക്കളും അവിടേക്കെത്തി. അവർ പോലീസുമായിട്ട് ബന്ധപ്പെട്ടു. ഒടുക്കം ശാന്തകുമാരിയുടെ ബോഡി സഹോദരന് തന്നെ വിട്ടുകൊടുത്തു. മംഗലാപുരത്ത് വെച്ച് അത് വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്തു. അപ്പോൾ യഥാർത്ഥ മരണകാരണം പുറത്തു വന്നു. സയനൈഡ് ഗുളിക ഉള്ളിൽ ചെന്നതാണ് മരണകാരണം. ജീവിത നൈരാശ്യം മൂലം ശാന്തകുമാരി ആത്മഹത്യ ചെയ്തുവെന്ന് എല്ലാവരും അനുമാനിച്ചു. പക്ഷേ യാഥാർത്ഥ്യം മറിച്ചായിരുന്നു. മോഹൻകുമാറിനെ ചോദ്യം ചെയ്ത പോലീസിന് മൂകാംബിക ക്ഷേത്രത്തിന് മുൻപിൽ മരണപ്പെട്ട ശാന്തകുമാരിയുടെ കഥയും കിട്ടി. ASP ചന്ദ്രഗുപ്ത മൂകാംബികയിലെത്തി അന്വേഷണം നടത്തി. ശാന്തകുമാരിയെയും മോഹൻകുമാറിനെയും അവിടെയുള്ളൊരു ലോഡ്ജിൽ എത്തിച്ചൊരു ഓട്ടോക്കാരനെയും പോലീസ് കണ്ടെത്തി. എല്ലാ ദിവസവും വീട്ടിൽ നിന്നും കോളേജിലേക്ക് ബസ്സിൽ പോകുന്ന ശാന്തകുമാരിയെ ബസ് സ്റ്റോപ്പിൽ വെച്ചാണ് മോഹൻകുമാർ നോട്ടമിട്ടത്. വളരെ ഒതുക്കത്തോടെ നിശബ്ദയായിട്ട് വരികയും പോവുകയും ചെയ്യുന്ന അവൾ വിവാഹിതയല്ലെന്ന് അയാൾ പെട്ടെന്ന് മനസ്സിലാക്കി. കാണുവാൻ വലിയ തെറ്റില്ലാത്ത യുവതി, 30-ന് മുകളിൽ പ്രായമുണ്ട്. ചെറിയ ചെറിയ സംഭാഷണങ്ങളിലൂടെ അവളുമായിട്ട് പരിചയം സ്ഥാപിച്ച അയാൾ താൻ ഒരു കമ്പനി എക്സിക്യൂട്ടീവ് ആണെന്ന് സ്വയം പരിചയപ്പെടുത്തി. പിന്നെ ആ പരിചയം വളർന്നു. അതൊരു പ്രണയമായിട്ട് മാറി. വൈകാതെ മോഹൻകുമാറിന്റെ വലയിൽ വീണ ശാന്തകുമാരിക്ക് അയാളുടെ വിവാഹ വാഗ്ദാനം സ്വീകരിക്കുവാനായിട്ട് യാതൊരു മടിയും തോന്നിയില്ല. ഇരുവരും ഒളിച്ചോടുവാനായിട്ട് തീരുമാനിച്ചു. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്താമെന്നും തൻ്റെ മാതാപിതാക്കൾ അവിടെ കാത്തു നിൽക്കുമെന്നും അയാൾ അവളെ അറിയിച്ചു. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 20 പവൻ സ്വർണവും കുറച്ച് പണവുമായിട്ടാണ് അവൾ പോയത്. മൂകാംബികയിലെത്തിയ മോഹൻകുമാർ ശാന്തകുമാരിയും ഒരു ലോഡ്ജിൽ താമസിച്ചു. പിറ്റേന്ന് രാവിലെ ക്ഷേത്ര ദർശനത്തിന് പുറപ്പെടാൻ നേരം സ്വർണവും പണവും ലോഡ്ജിൽ സൂക്ഷിച്ചാൽ മതിയെന്ന് അയാൾ പറഞ്ഞു. ശാന്തകുമാരി അത് സമ്മതിച്ചു. അതിനുശേഷം ക്ഷേത്രത്തിന് പിന്നിലെ വഴിയിലൂടെ നടക്കുമ്പോഴാണ് മോഹൻകുമാർ അവളോട് ഇങ്ങനെ പറഞ്ഞത്: ഇന്നലെ നമ്മൾ ബന്ധപ്പെട്ടതുകൊണ്ട് ഗർഭസാധ്യതയുണ്ട്, അതുകൊണ്ട് ഗർഭനിരോധന ഗുളിക കഴിക്കണം. വിവാഹത്തിന് മുൻപ് ഗർഭമുണ്ടാകുന്നത് അത്ര നല്ലതല്ല. അവളത് വിശ്വസിച്ചു. അതുകൊണ്ട് അയാൾ നൽകിയ ഗുളിക കഴിക്കുവാനായിട്ട് ശാന്തകുമാരി അല്പം പോലും മടിച്ചില്ല. ആ ഗുളിക ഉള്ളിലേക്ക് എത്തിയതും അവൾ നിലത്തേക്ക് വീണു. സമയം പാഴാക്കാതെ മോഹൻകുമാർ ഓടി. നേരെ ലോഡ്ജിലെത്തി സ്വർണവും എടുത്ത് അയാൾ സ്ഥലം വിട്ടു. ഇതാണ് അന്നവിടെ സംഭവിച്ചത്. അനിത ബംഗരയ്ക്ക് സംഭവിച്ചതും ഇതിന് സമാനമായിരുന്നു. അവളുമായിട്ട് പരിചയം സ്ഥാപിച്ച മോഹൻകുമാർ പതിവ് പോലെ വിവാഹ വാഗ്ദാനം നൽകി. ഒരു കമ്പനി എക്സിക്യൂട്ടീവായി അയാളെ വിവാഹം ചെയ്യുവാനായിട്ട് വീട്ടിലുണ്ടായിരുന്ന സ്വർണവും എടുത്ത് ആരോടും പറയാതെ അവൾ പുറപ്പെട്ടു. മൈസൂർ നഗരത്തിലേക്കാണ് അവളെയും കൊണ്ട് അയാൾ പോയത്. ഒരു ലോഡ്ജിൽ ഒന്നിച്ച് താമസിച്ചു. പിറ്റേന്ന് അവളെയും കൂട്ടി മൈസൂർ ബസ് സ്റ്റാൻഡിലെത്തി. അനിതയുടെ ആഭരണങ്ങളും ഫോണുമെല്ലാം കയ്യിലുള്ള ബാഗിലാണ് അപ്പോഴും ഉള്ളത്. അപ്പോഴാണ് അയാൾ അവളോട് ഇങ്ങനെ പറഞ്ഞത്: ഇന്നലെ നമ്മൾ ബന്ധപ്പെട്ടതുകൊണ്ട് ഗർഭസാധ്യതയുണ്ട്, അത് ഇല്ലാതാക്കുവാനായിട്ട് 2 ഗർഭനിരോധന ഗുളിക നൽകി. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു: ഇത് കഴിച്ചാൽ ചിലപ്പോൾ ഛർദ്ദിക്കുവാനായിട്ട് സാധ്യതയുണ്ട്, അതുകൊണ്ട് ബസ് സ്റ്റാൻഡിലെ ടോയ്ലറ്റിൽ പോയിട്ട് കഴിച്ചാൽ മതി. അനിത അതും വിശ്വസിച്ച് തൻ്റെ ഭാഗ്യം അയാളെ ഏൽപ്പിച്ച് ടോയ്ലറ്റിൽ പോയി.
ഗുളിക ഉള്ളിൽ ചെന്ന നിമിഷം തന്നെ അവൾ മരണപ്പെട്ടു. മോഹൻകുമാർ സ്ഥലം വിടുകയും ചെയ്തു. ടോയ്ലറ്റിൽ നിന്നും കണ്ടെടുത്ത യുവതിയുടെ ജഡം പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ സയനൈഡ് ഗുളിക കഴിച്ചാണ് മരിച്ചത് എന്ന് മനസ്സിലായി. പോലീസിന്റെ കണക്കിലാവട്ടെ ജീവിത നൈരാശ്യം മൂലം ആത്മഹത്യ ചെയ്തവരിൽ ഒരാൾ കൂടിയായി. തിരിച്ചറിയപ്പെടാത്ത ആ യുവതിയുടെ ജഡം എവിടെയോ മറവ് ചെയ്യപ്പെട്ടു. ഇങ്ങനെ മൊത്തം 20 കൊലപാതകമാണ് മോഹൻകുമാറിനെ ചോദ്യം ചെയ്തപ്പോൾ പുറത്തേക്ക് വന്നത്. വിനൂത, ശാരദ, ശശികല, ബേബി നായിക്, അനിത, ഹേമ, വിജയലക്ഷ്മി, യശോദ, പുഷ്പ, സുനന്ദ, ആ പട്ടിക അങ്ങനെ നീളുന്നു. എല്ലാവരും പാവപ്പെട്ട കുടുംബങ്ങളിലെ വിദ്യാഭ്യാസം കുറഞ്ഞ അവിവാഹിതരായ യുവതികൾ. ഒരു ജീവിതം മോഹിച്ച് കാമുകന്റെ വാക്കും വിശ്വസിച്ച് ഇറങ്ങി തിരിച്ചവർ. എല്ലാവരുടെയും വിധി ഒന്നു തന്നെയായിരുന്നു. 49കാരനായ മോഹൻകുമാർ 3 വിവാഹം ചെയ്തിരുന്നു. ആദ്യത്തെ വിവാഹം ഒഴിവായ ശേഷം വീണ്ടും 2 വിവാഹം ചെയ്തു. രസകരമായിട്ടുള്ള കാര്യം, 2 ഭാര്യമാർക്കും തങ്ങൾ ഒരാളെയാണ് വിവാഹം ചെയ്തത് എന്നറിയില്ലായിരുന്നു. ഉപ്പളയിലുള്ള മഞ്ജുള, സൗത്ത് കാനറയിലുള്ള ശ്രീദേവി, ഇവരായിരുന്നു അവന്റെ ഭാര്യമാർ. 2 കുടിയിലും 2 മക്കൾ വീതമുണ്ട്. ഇരുവരും സ്വന്തം വീടുകളിലാണ് താമസം. അവരുടെ അറിവിൽ ഭർത്താവിന് ദൂരെയാണ് ജോലി. അതുകൊണ്ട് എല്ലാ ദിവസവും വീട്ടിൽ എത്താറില്ല. വീട്ടിൽ വളരെ മര്യാദക്കാരനായിരുന്നു മോഹൻകുമാർ. അങ്ങനെയുള്ള അവനെ 20 സ്ത്രീകളെ കൊലപ്പെടുത്തിയ കുറ്റത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തു എന്നറിഞ്ഞപ്പോൾ ആദ്യമൊന്നും വിശ്വസിക്കുവാനായിട്ട് തയ്യാറല്ലായിരുന്നു രണ്ടുപേരും. പോലീസ് വിശദമായ അന്വേഷണത്തിനൊടുവിൽ മോഹൻകുമാറിനെതിരെ കുറ്റപത്രം തയ്യാറാക്കി. ഈ കേസിൽ ദൃക്സാക്ഷികൾ ആരുമില്ല എന്നത് വലിയൊരു പോരായ്മയായിരുന്നു. കൂടുതൽ അന്വേഷണത്തിൽ മോഹൻകുമാറിന്റെ മരണവലയിൽ നിന്നും വളരെ കഷ്ടിച്ച് രക്ഷപ്പെട്ട ഒരു ഇരയെ അവർ കണ്ടുപിടിച്ചു. പതിവ് പോലെ വിവാഹ വാഗ്ദാനം ചെയ്ത് മടിക്കേരിയിലെ ഒരു ലോഡ്ജിൽ എത്തിച്ച ആ യുവതിയെ അയാൾ ഉപയോഗിച്ചു. പിറ്റേന്ന് ബസ് സ്റ്റാൻഡിൽ എത്തിച്ച ശേഷം ഗുളിക നൽകി. അത് കഴിക്കുവാനായിട്ട് ടോയ്ലറ്റിലേക്ക് പറഞ്ഞു വിട്ടു. എന്നാൽ ആ ഗുളിക വിഴുങ്ങുന്നതിന് പകരം അവൾ അതിലൊന്ന് നക്കുക മാത്രമാണ് ചെയ്തത്. ഉടൻ തന്നെ കുഴഞ്ഞ നിലത്തേക്ക് വീണു. മോഹൻകുമാർ മുങ്ങുകയും ചെയ്തു. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട അവൾ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. ആത്മഹത്യാശ്രമം എന്ന പോലീസിന്റെയും നാട്ടുകാരുടെയും കണ്ടെത്തൽ അവളായിട്ടൊട്ട് തിരുത്തുവാനും പോയില്ല. വൈകാതെ ആശുപത്രി ജീവനക്കാരുടെ സഹായത്തോടെ നാട്ടിൽ മടങ്ങിയെത്തി. 3 മാസങ്ങൾക്ക് ശേഷം അവളുടെ വിവാഹവും നടന്നു. പോലീസ് വളരെ രഹസ്യമായിട്ട് അവളുമായിട്ട് ബന്ധപ്പെട്ടു. ഈ കേസിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തി. അവളുടെ ഭർത്താവോ വീട്ടുകാരോ അറിയാതെ കോടതിയിൽ മൊഴി നൽകുവാനുള്ള സൗകര്യം ഏർപ്പെടുത്താമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ചതിച്ചവനെതിരെ മൊഴി നൽകുവാനായിട്ട് അവൾ തയ്യാറായി. മോഹൻകുമാറിന് സയനൈഡ് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന ആളെയും പോലീസ് പൊക്കി. അബ്ദുൾ സലാം എന്നൊരു കെമിക്കൽ ഡീലറായിരുന്നു അത്. അറസ്റ്റ് ചെയ്യപ്പെട്ട അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: മോഹൻകുമാർ ഒരു സ്വർണ്ണ വ്യാപാരിയാണെന്ന് പറഞ്ഞാണ് താനുമായിട്ട് ബന്ധപ്പെട്ടത്, എന്നിട്ട് ഇടപാടുകൾ നടത്തിയത്. ആഭരണ നിർമ്മാണത്തിലെ ഒരു പ്രധാന ഘടകമാണ് പൊട്ടാസ്യം സയനൈഡ്. പക്ഷേ പൊട്ടാസ്യം സയനൈഡ് വിൽക്കുവാനായിട്ട് അബ്ദുൾ സലാമിന് ലൈസൻസ് ഇല്ലായിരുന്നു. എന്തായാലും പോലീസ് അയാളെ ഈ കേസിൽ മാപ്പുസാക്ഷിയാക്കി. മറ്റൊരു സാക്ഷി മംഗലാപുരം അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ ഈശ്വർ ഭട്ട് എന്ന പുരോഹിതനായിരുന്നു. ഒരിക്കൽ ഭട്ടിന്റെ മുൻപിൽ വന്ന് ഒരാൾ ഒരു പാപപരിഹാര പൂജ ചെയ്യുവാനായിട്ട് ആവശ്യപ്പെട്ടു. താൻ അറിയാതെ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയെന്നും അതിനുള്ള പരിഹാര പൂജകൾ ചെയ്തു തരണമെന്നുമാണ് അയാൾ അപേക്ഷിച്ചത്. ആദ്യമൊന്നും മടിച്ചെങ്കിലും പിന്നീട് ഭട്ട് ആ പൂജ ചെയ്തു കൊടുത്തു. പിന്നീട് മോഹൻകുമാറിന്റെ അറസ്റ്റിന് ശേഷം അവന്റെ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോഴാണ് തന്റെ മുൻപിൽ അന്ന് പൂജയ്ക്ക് വന്നയാൾ ഇവൻ തന്നെയാണെന്ന് ഭട്ടിന് മനസ്സിലായത്. ഉടൻ തന്നെ ഭട്ട് നേരിട്ട് പോലീസിൽ വന്ന് ഈ വിവരം അറിയിച്ചു. പ്രധാനപ്പെട്ട ഈ 3 സാക്ഷികളെ കൂടാതെ മറ്റ് 46 സാക്ഷികളെയും പോലീസ് കണ്ടെത്തി. മൊത്തം 20 കൊലപാതകമടങ്ങിയ കുറ്റപത്രം മാംഗ്ലൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ സമർപ്പിച്ചു. തന്റെ കേസ് സ്വയം വാദിക്കുവാനാണ് മോഹൻകുമാർ തീരുമാനിച്ചത്. താൻ ഇരകൾക്ക് സയനൈഡ് നൽകി കൊലപ്പെടുത്തി എന്നതിന് യാതൊരു തെളിവുമില്ല എന്നയാൾ വാദിച്ചു. എന്നാൽ അബ്ദുൾ സലാമിന്റെ മൊഴി നിർണായകമായിട്ടുള്ളൊരു തെളിവായിരുന്നു. ആ വാദം നിസ്സാരമായിട്ട് പൊളിഞ്ഞു. അതേ സമയത്ത് മോഹൻകുമാറിന്റെ മരണവലയിൽ നിന്നും രക്ഷപ്പെട്ട യുവതിയും വീഡിയോ കോൺഫറൻസ് വഴി രഹസ്യമായിട്ട് മൊഴി നൽകി. മേൽ പറഞ്ഞ യുവതികളുടെ മരണം നടന്ന ദിവസങ്ങളിൽ മോഹൻകുമാർ ജോലി ചെയ്തിരുന്ന സ്കൂളിൽ അയാൾ ഇല്ലായിരുന്നു എന്നതും അയാൾക്കെതിരെയുള്ള വലിയൊരു തെളിവായിരുന്നു. പ്രതി ചെയ്തത് മാപ്പർഹിക്കാത്ത കുറ്റമാണെന്നും വധശിക്ഷ നൽകണമെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ചെയ്യബ ബിയേരി ആവശ്യപ്പെട്ടു. താൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്നും വൃദ്ധരായ മാതാപിതാക്കൾക്ക് താൻ മാത്രമാണ് ആശ്രയമുള്ളൂ എന്നും അതുകൊണ്ട് തന്നെ വെറുതെ വിടണമെന്നും അവസാനം മോഹൻകുമാർ അപേക്ഷിച്ചു. 2013 ഡിസംബർ 13 അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി BK നായിക് അനിത, ലീലാവതി, സുനന്ദ എന്നിവരുടെ കേസിൽ മോഹൻകുമാർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. ലോക്കൽ പോലീസിന്റെ അനാസ്ഥയും പാവപ്പെട്ടവരുടെ കാര്യത്തിൽ കാണിക്കുന്ന അവഗണനയുമാണ് ഇതുപോലെ ഒരു ക്രൂരന്റെ വലയിൽപ്പെട്ട് ഇത്രയും നിരപരാധികൾ കൊല്ലപ്പെടുവാനായിട്ട് കാരണമെന്ന് കോടതി നിരീക്ഷിച്ചു. എല്ലാ കേസിലും കൃത്യമായിട്ടുള്ള അന്വേഷണമോ പരസ്പരം വിവരങ്ങൾ കൈമാറുകയോ ചെയ്യാതെ പോലീസ് ഉദാസീനത കാണിച്ചിരുന്നു. പോലീസിന്റെ ഈ നടപടികളെ കോടതി നിശിതമായിട്ട് വിമർശിച്ചു. 2013 ഡിസംബർ 21 മോഹൻകുമാറിനെ തൂക്കിക്കൊല്ലുവാനായിട്ട് വിധിച്ചു. ഇത്രയുമാണ് ഒരു കാലത്തെ തെക്കേ ഇന്ത്യയെ വിറപ്പിച്ച സയനൈഡ് മോഹന്റെ കഥ. കളങ്കാവൽ മൂവിയിൽ ഈ റഫറൻസ് ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. റഫറൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ സിനിമയ്ക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടി,
ലൈക്കും കമൻറ്റും ഹൈപ്പും എല്ലാം തരണം. ഇതൊക്കെ തരുവാനായിട്ട് എനിക്ക് നിങ്ങളേ ഉള്ളൂ.